അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, വണ്ടൂർ ജാമിഅ വഹബിയ അറബി കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഇസ്ലാം 60 പ്രഭാഷണങ്ങൾ എന്ന ഓൺലൈൻ പ്രഭാഷണ പരമ്പരയിലെ 40ാമത്തെ എപ്പിസോഡിലാണ് നാം ഇപ്പോൾ ഉള്ളത്. പ്രതിസന്ധികളിൽ പരിഹാരമാണ് ഇസ്ലാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണങ്ങളുടെ കൂടി ജീവിതമാണ്. മനുഷ്യൻ അനുഭവിക്കുന്ന സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം പരീക്ഷണങ്ങളാണ്. ഇവിടെ ഓരോ മനുഷ്യനും അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകുന്നതിന് അവൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന് ഒഴിച്ചുകൂടാനാകാത്ത വലിയ പങ്കുണ്ട്. ഒരാൾ വിശ്വസിക്കുന്നത് തൻ്റെ ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകാൻ കഴിയാത്ത ഒരു പ്രത്യയശാസ്ത്രത്തിലാണെങ്കിൽ തീർച്ചയായും അയാൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവുകയും അത്തരം പ്രത്യയശാസ്ത്രങ്ങളെ ബുദ്ധിയും യുക്തിയുമുള്ള മനുഷ്യർ വലിച്ചെറിയുകയും ചെയ്യും. എന്നാൽ മനുഷ്യനെ സമൂലം സമുദ്ധരിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രയാസങ്ങൾ ഏതുമാകട്ടെ, സാമ്പത്തികമാകട്ടെ, രോഗങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നതാകട്ടെ, കുടുംബ പ്രശ്നങ്ങളാകട്ടെ, സാമൂഹിക പ്രതിസന്ധികളാകട്ടെ, അതിനെല്ലാം ഇസ്ലാം പരിഹാരം നൽകുന്നുണ്ട്. എവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രസക്തി? അപ്പോൾ എങ്ങനെയാണ് ഇസ്ലാം ആ മനുഷ്യന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം നൽകുന്നത്? ഏതാനും അതിനുള്ള ഇസ്ലാമിക പരിഹാര മാർഗങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാര മാർഗങ്ങളിൽ ഒന്നാമത്തത് നമ്മുടെ വിശ്വാസം തന്നെയാണ്. കാരണം നമുക്കെല്ലാം കൈമുതലായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ അവസ്ഥ എന്ത് തന്നെയാകട്ടെ, അതൊന്നെല്ലാം നാം വരുത്തി വെക്കുന്ന ഒന്നല്ല. എല്ലാം നമ്മുടെ ഭാവി ഭൂത വർത്തമാനങ്ങൾ തീരുമാനിച്ച അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം നടക്കുന്നതാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ നാം ഒരു പ്രതിസന്ധി അനുഭവിക്കുകയാണെങ്കിൽ അവിടെ ഖുർആൻ നമ്മോട് സംസാരിക്കുകയാണ്, ഇന്ന മഅൽ ഉസ്രി യുസ്റ. തീർച്ചയായും ഒരു പ്രയാസത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ട്, ഒരു കയറ്റത്തിന്റെ കൂടെ ഒരു ഇറക്കമുണ്ട്. അതല്ലെങ്കിൽ ഒരു ഇറക്കം നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്കൊരു കയറ്റം വരാനുണ്ട്. ഇത് ഖുർആൻ നമ്മോട് സംസാരിക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇനി അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയെ അവന് തരണം ചെയ്യാൻ കഴിയും. കാരണം ഇതിനു ശേഷം എനിക്ക് സുഖവും സന്തോഷവും വരാനിരിക്കുന്നു എന്ന പ്രതീക്ഷ നൽകുകയാണ് ഈ ആയത്ത്. നമ്മുടെ ഈ വിശ്വാസം ഇത് തീർച്ചയായും ഒരു വിശ്വാസിക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. രണ്ടാമതായി, നാം അനുഭവിക്കുന്ന ഏതൊരു പ്രയാസത്തിനും ഏതൊരു വേദനക്കും നമുക്ക് പ്രതിഫലം നൽകപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇസ്ലാം നമുക്ക് നൽകുന്ന വലിയൊരു സമാധാനമാണ്. അതായത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അബൂ സഈദ് അൽ ഖുദരി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമ എന്നിവരെ തൊട്ടുള്ള റിപ്പോർട്ടാണ്. അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗകതു യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുസ്ലിമായ ഒരാൾ അനുഭവിക്കുന്ന മനപ്രയാസം, അയാൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, അയാൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, അയാൾ അനുഭവിക്കുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ കാലിൽ ഒരു മുള്ള് തറച്ചതിന്റെ പേരിൽ അയാൾ അനുഭവിക്കുന്ന ചെറിയൊരു വേദനയുണ്ടല്ലോ, ഈ വേദനയെ പോലും അല്ലാഹു തആല അവന്റെ പാപം മുറുക്കാനുള്ള ഒരു മാർഗമാക്കിയിട്ടല്ലാതെ ഇല്ല എന്നതാണ് ഈ ഹദീസ്. അപ്പോൾ ഒരു വിശ്വാസിക്ക് അവൻ അനുഭവിക്കുന്ന ഏതൊരു ചെറിയ വേദനയുടെ പേരിലാണെങ്കിലും പ്രയാസത്തിന്റെ പേരിലാണെങ്കിലും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്, അവന്റെ പദവികൾ ഉയർത്തപ്പെടുകയാണ്, അതുപോലെ തന്നെ അവന് പ്രതിഫലം നൽകപ്പെടുകയാണ്. ഇതൊരു വിശ്വാസം നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. മൂന്നാമത്, ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു പരിഹാര മാർഗമാണ് പ്രാർത്ഥന എന്നുള്ളത്. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചാൽ
അത് നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനോട് നമ്മളൊന്ന് ഷെയർ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം എത്ര വലുതാണ്. എന്നാൽ നമ്മുടെ ആ സുഹൃത്ത് നമ്മുടെ ആ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അത്തരം ആളുകളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം എത്രയോ വലുതാണ്. എന്നാൽ ഇവിടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിഷമത്തെ, ഈ പ്രയാസത്തെ പരിപൂർണമായി പരിഹരിച്ചു തരാൻ കഴിയുന്ന അള്ളാഹുവിനോട് നാം നമ്മുടെ ഈ പ്രശ്നം ഷെയർ ചെയ്യുകയാണല്ലോ. യഥാർത്ഥത്തിൽ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നത്, ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിച്ചാൽ തന്നെ അയാൾക്ക് ഇങ്ങനെ വലിയൊരു ആശ്വാസം ലഭിക്കുന്നു. ഇനി ആ പ്രാർത്ഥന സ്വീകരിച്ച് അവന്റെ പ്രതിസന്ധി ഇല്ലാതെയാക്കിയാൽ ലഭിക്കുന്ന ആശ്വാസം മറ്റൊന്നാണ്. ഇത്തരം വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ നടത്തപ്പെടേണ്ട പ്രാർത്ഥനകൾ പല ചരിത്രങ്ങളിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതുമുണ്ട്. ഇവിടെ വളരെ സുപ്രസിദ്ധമാണ് ബഹുമാനപ്പെട്ട അബൂമാമ റളിയല്ലാഹുവിന്റെ ചരിത്രം. ഞാൻ ചുരുക്കി പറയട്ടെ. അബൂമാമ എന്ന് പറയുന്ന സുഹാബി പള്ളിയിൽ ഇരിക്കുന്നത് പുണ്യനബി കാണുകയാണ്. നബിതങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്താണ് ഈ അസമയത്ത് നിങ്ങൾ പള്ളിയിൽ ഇരിക്കുന്നത്? ആ സമയത്ത് അബൂമാമ റളിയല്ലാഹു പറഞ്ഞു, തങ്ങളെ, കടങ്ങളെ കൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുകയാണ്, എന്റെ മനസ്സാകെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഞാൻ ഈ അസമയത്ത് പള്ളിയിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അബൂമാമ എന്നവരോട് പറഞ്ഞു, ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലാഹു തആല നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരികയും നിങ്ങളുടെ വിഷമം, മനപ്രയാസം മാറ്റിത്തരികയും ചെയ്യുമെന്ന്. അങ്ങനെ നബി തങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസ്രി വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ എന്ന് പറയുന്ന പ്രാർത്ഥന. ഈ അബൂമാമ എന്നവർ പറയുന്നു, അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഈ പ്രാർത്ഥന പതിവാക്കി. ഇതിലൂടെ അല്ലാഹു തആല എന്റെ കടങ്ങൾ വീട്ടിത്തരികയും എന്റെ മനപ്രയാസം ഇല്ലാതെയാക്കി തരികയും ചെയ്തു. നിങ്ങളെ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകൾ പ്രത്യേകം ഒരു സത്യവിശ്വാസിക്ക് നൽകുന്ന പരിഹാരം വളരെ വലുതാണ്. ഇതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമതായി ഞാനിവിടെ പറയാൻ പോകുന്നത്, നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിൽ നമുക്കുള്ളൊരു വിശ്വാസം. അള്ളാഹു എന്ന് പറഞ്ഞാൽ അവൻ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കഴിവുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രശ്നത്തിന്, നമ്മുടെ ഈ പ്രതിസന്ധിക്ക് നമ്മുടെ കൺമുമ്പിൽ ഒരു പരിഹാരവും നമുക്ക് ചിന്തിച്ചിട്ടോ ആലോചിച്ചിട്ടോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എങ്കിലും ഇതിനെല്ലാം വളരെ നിസ്സാരമായി പരിഹരിക്കാനും അതിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ പ്രതിസന്ധി ഇല്ലായ്മ ചെയ്യാനും, മല പോലെ വന്ന് നമ്മുടെ പ്രശ്നത്തെ മഞ്ഞുപോലെ ഒരുക്കിക്കളയാനും കഴിവുള്ളവനാണ് അള്ളാഹു എന്നുള്ള ഒരു വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഈ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ പ്രതിസന്ധിയെ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു മാർഗമാണ് പ്രതിസന്ധികളിൽ ക്ഷമിക്കുക എന്നുള്ളത്. ക്ഷമിക്കുന്നത് എങ്ങനെയാണ് പരിഹാരമാവുക? പ്രിയമുള്ളവരെ, നമുക്കൊരു പ്രയാസം വന്നാൽ, ഒരു പ്രതിസന്ധി വന്നാൽ അതിൽ നാം അക്ഷമ കാണിച്ചാൽ അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കുമാണ് ചെന്നെത്തുക. എന്നാൽ അതിൽ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് പരിഹാരമുണ്ട്. നമുക്ക് ക്ഷമിക്കാൻ പ്രചോദനം നൽകുന്ന ഒരു ഹദീസ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹാനായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യവദ്ദു അഹ്ലുൽ ആഫിയതി യൗമൽ ഖിയാമത്തി ഹീന യുഅ്താ അഹ്ലൽ ബലാഇ തവാബ. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് വലിയ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അനുഭവിക്കാത്ത ആളുകൾ, അവർ പരലോകത്ത് കൊതിച്ചു പോകുന്ന ഒരു കാര്യമുണ്ടത്രേ. അഹ്ലുൽ ആഫിയത്ത്, പരീക്ഷിക്കപ്പെടാത്ത ആളുകൾ പരലോകത്ത് കൊതിച്ചു പോകും. ഹീന യുഅ്താ അഹ്ലൽ ബലാഇ തവാബ. ഇവിടെ പരീക്ഷിക്കപ്പെട്ട ആളുകൾ, രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകൾ, വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രയാസം അനുഭവിച്ച ആളുകൾ, ജോലിയില്ലാതെ പ്രയാസപ്പെട്ടവർ, സാമ്പത്തികമായി പ്രയാസപ്പെട്ടവർ, സമൂഹത്തിൽ അപമാനിക്കപ്പെട്ടവർ, അങ്ങനെ പല രീതിയിലുള്ള ചെറുതും വലുതുമായ പ്രയാസങ്ങൾ അനുഭവിച്ച ആളുകൾക്ക് നാളെ പരലോകത്ത് നൽകപ്പെടുന്ന പ്രതിഫലം കണ്ടുകൊണ്ട് ഈ പ്രയാസങ്ങൾ അനുഭവിക്കാത്ത ആളുകൾ അവർ പരലോകത്ത് കൊതിച്ചു പോകും. ലൗ അന്ന ജുലൂദഹും കാനത് ഖുരിളത് ഫി ദുനിയാ ബിൽ മഖാരീർ. ദുനിയാവിൽ വെച്ചുകൊണ്ട് ഞങ്ങളുടെ ശരീരത്തിലെ ഈ തൊലികൾ പച്ചയായി കഷ്ണിച്ചുകൊണ്ട് ചെത്തിക്കളഞ്ഞുകൊണ്ട്
ദുനിയാവിൽ ഞങ്ങളെ കഠിനമായ രീതിയിൽ അത്തരം വേദനകൾ നൽകപ്പെടുന്ന പരീക്ഷണങ്ങൾ പരീക്ഷിക്കുകയായിരുന്നു ഞങ്ങൾക്ക് നല്ലത്. ഇവിടെയുള്ള ഈ കാണുന്ന പരീക്ഷിക്കപ്പെട്ടവർക്ക് നൽകപ്പെടുന്ന ഈ വലിയ പ്രതിഫലം കണ്ടുകൊണ്ട് ഈ പരീക്ഷിക്കപ്പെടാത്ത ആളുകൾ കുതിച്ചു പോകുമെന്ന് മഹാനായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷമം എത്ര വലുതാണെങ്കിലും, നമ്മുടെ പ്രയാസം എത്ര വലുതാണെങ്കിലും, ഈ ഒരു ഹദീസ് മതി ഒരു സത്യവിശ്വാസി, ഇസ്ലാമിക പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അതിൽ ക്ഷമിച്ചുകൊണ്ട് തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും 4-5 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.